മസ്ജിദിന്റെ ആദരണീയ ഇമാം അബ്ദുൽ മജീദ് ബാക്കബി ഉസ്താദ് ഒരു കാര്യം തക്ക സമയത്ത് യുക്തമായി പ്രതികരിക്കുന്ന വലിയ ഒരു ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് 2 വർഷം മുമ്പ് കാസർഗോഡുണ്ടായ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘർഷഭൂമി ആയി മാറിയ കാസർഗോഡ്, ആ കാസർഗോഡുണ്ടായ എപ്പോഴും നീതീകരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തെ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുക മാത്രമല്ല അതിൽ ഉൾക്കൊണ്ട ആളുകളെ സന്മാർഗത്തിൽ നയിക്കാൻ ആവശ്യമായ രൂപത്തിൽ ഉദ്ബോധന പ്രസംഗം നടത്തിയ ബഹുമാന്യനായ അബ്ദുൽ മജീദ് ബാക്കബി അടുത്ത കാലത്ത് മലക്കതിനാൽ പള്ളിയോട് ചേർന്ന് ഒരു ക്രിക്കറ്റ് മത്സരത്തിനുണ്ടായ ഒരു ചർച്ചയും ആ ചർച്ചയോടനുബന്ധിച്ച് ഉലമാക്കൾ എന്ത് പറയുന്നു എന്ന് വാട്സപ്പിൽ കൂടിയൊക്കെ സന്ദേശങ്ങൾ വന്നപ്പോ അതും പ്രതികരിച്ചു ബഹുമാന്യനായ അബ്ദുൽ മജീദ് ബാക്കബി ഉസ്താദ്. അതോടുകൂടി ആ പ്രശ്നം തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ എത്തുകൂടിയ ഈ പരിപാവനമായി സദസ്സ് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. ഒക്കെ ദ്വാരുന്നത് ഈമാനോട് കൂടി മരിക്കണം, മരണത്തെപ്പറ്റി ഓർക്കണമെന്നാണ്. പക്ഷേ ഈ മരണത്തെപ്പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് എന്റെ നാട്, നിങ്ങളുടെ നാട് എത്തിയിരിക്കുന്നുള്ളത്. ബഹുമാന്യനായ ഇ സാഹിബ്, നമ്മൾക്കറിയാം 3 മാസം മുമ്പ് പരിശുദ്ധ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയ ദേഹാസ്വാസ്ഥ്യമുണ്ടായി, സുഖമായി വന്നു. ഇന്നലെ പാർലമെന്റിൽ രാവിലെ 11-12 മണിയോടുകൂടി ഇന്ന് ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻകൂടിയുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയുടെ നയപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇരുന്ന സീറ്റിൽ കുഴഞ്ഞു വീഴുന്നത്. അതോടുകൂടി തന്നെ ഹാർട്ട് അറ്റാക്ക് ഒരർത്ഥത്തിൽ ആ സമയത്ത് തന്നെ മരണപ്പെടുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഗവൺമെന്റ് ആലോചിച്ചത് ഇന്ന് നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനം മുടങ്ങാതിരിക്കാൻ, സാധാരണ സിറ്റിംഗ് എം പി മരിച്ചുപോയെങ്കിൽ പിറ്റേന്നാൾ അല്ലെങ്കിൽ അന്നോ തന്നെ അനുശോചനം ചെയ്ത് പിരിയണം, പിന്നെ സഭാ നടപടികൾ നടത്തിക്കൊടുക്കാൻ പാടില്ല. അതാണ് കീഴ്വഴക്കം. അപ്പോ ഇന്നലെ മരണപ്പെട്ടാൽ ഇന്ന് അനുശോചനം ചേർന്ന് പിരിയണം, ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് വേണം? ഇ അഹമ്മദ് മരിച്ചിട്ടില്ല. അപ്പൊ അതിന് വിദഗ്ധ ചികിത്സ കൊടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി തന്നെ ഡോക്ടർമാരെ വിളിച്ചിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു, വിദഗ്ധ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചിട്ടില്ല എന്നാണ്. വൈകുന്നേരത്തോടു കൂടി മരിച്ചു എന്ന് പറഞ്ഞ വാട്സപ്പിൽ കൂടി ഞങ്ങളെപ്പോലുള്ള ആളുകൾ അന്യോന്യം പറയുകയും മഹഫറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. മരിക്കാത്ത ആളെ നേതാവിനെ നിങ്ങൾ മരണം പ്രഖ്യാപിച്ചു, എന്ത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ തുടങ്ങി. അപ്പോഴും ഇടയിൽ കൂടി ഞാൻ ഒന്ന് വോയിസ് ഇട്ടു, നാളെ ബഡ്ജറ്റാണ് എന്ന് നിങ്ങൾ വരുന്നതിൽ കൂടി ഒന്ന് വായിക്കുക എന്ന്. അവസാനം എന്തുണ്ടായി? ഇന്നലെ രാത്രി 2 മണിവരെ മരണം സ്ഥിരീകരിക്കുന്നില്ല. 2:30 മണിക്ക് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ എം പിമാരും പോയി ബഹളമുണ്ടാക്കി. മക്കളെ കാണാൻ അനുവദിച്ചില്ല. ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പം കേട്ടിട്ടുണ്ട്, ഉപ്പയുടെ ഉമ്മയുടെ അവസാനത്തെ ഒരു നോക്കണില്ല മക്കൾക്ക്. ദുബൈയിൽ നിന്ന് ഓടി വരുന്ന നമ്മളെന്തിനാ? ഉപ്പയുടെ അവസാനത്തിൽ ആ മുഖം ഒന്ന് മുത്തി മണക്കാൻ, ആ ഉമ്മയെ ഒന്ന് കണ്ട് അവസാന യാത്ര പറയാനാണ്. സ്വന്തം മക്കൾ വന്നിട്ട് പോലും അഹമ്മദ് സാഹിബിനെ കാണിക്കാൻ പറ്റാത്ത വിധം ഇന്ത്യ ഗവൺമെന്റ് അവരാലോചിച്ചത് ബഡ്ജറ്റ് അവതരമാണ് എന്നുള്ളതാണ്. 2 കാലോട് കൂടി ഗവൺമെന്റ് സമ്മതിക്കേണ്ടി വന്നു ഇ അഹമ്മദ് മരിച്ചു എന്നുള്ളത്. അതിനുശേഷവും ഇന്ന് രാവിലെ നമ്മുടെ സ്പീക്കർ 9 മണിക്ക് പറഞ്ഞത്, ഞാൻ അഹമ്മദ്ജിയെ പോയി കണ്ടു, പക്ഷേ നമ്മുടെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് നടക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബഡ്ജറ്റ് മാറ്റാതെ കണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. സിറ്റിംഗ് എം പിക്ക് അനുശോചനമില്ല, സഭ നിർത്തിവെച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു നാടിലാണ്. അതുകൊണ്ട് എനിക്ക് ബാക്കബി ഉസ്താദ് അടക്കമുള്ള അടുത്ത വെള്ളിയാഴ്ച പ്രതികരിക്കണം നിങ്ങൾ എല്ലാ പള്ളികളിലും വെച്ചിട്ട്. ഏത് ഗവൺമെന്റ് നോക്കേണ്ടത് ആവശ്യമില്ല, ഇത് ചെയ്ത് തെറ്റാണ്. അഹമ്മദ് സാഹിബ് മാത്രം ജയലളിത ചെയ്ത അവസ്ഥ ഇതുപോലെയായിരുന്നു എന്നുള്ളതാണ്. ദിവസങ്ങളോളം. അതുകൊണ്ട് നമ്മുടെ ഭരണാധികാരികളുടെ കണ്ടു തുറപ്പിക്കാൻ MLA-മാരും MP-മാരും ഒക്കെ ഉണ്ടാകുന്ന വലിയ സദസ്സുകളിൽ വെച്ച് ജുമാക്ക് എല്ലാവരും ഉണ്ടാവുമല്ലോ, നമ്മുടെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ വെച്ച് അവർ അസംബ്ലിയിൽ പാർലമെന്റിൽ പ്രശ്നം ഉന്നയിച്ച് സംസാരിക്കാൻ വേണ്ടി മേലിൽ ഒരു നേതാവിന് ഇങ്ങനെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലോട് കൂടി ആയിരിക്കണം നിങ്ങളുടെ പ്രസംഗം അടുത്ത വെള്ളിയാഴ്ച എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബുഖാരി തങ്ങൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ 28 വർഷം മുമ്പ് ഈ പ്രദേശത്ത് ഒരു സംസ്കാരം ഉണ്ടായിട്ടില്ല. ഒരു യഥാർത്ഥ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനും അതേപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ഈമാനിക ആവേശമുള്ള ഒരു തലമുറയെ കഴിഞ്ഞ 28 വർഷക്കാരുണ്ട് പടുത്തുയർത്താനും സാധിക്കുന്ന രൂപത്തിൽ മടവൂർ കോട്ട ഉണ്ടാക്കിയ നേട്ടമാണ് തങ്ങളെ നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഈ പ്രദേശം ഇന്ന് അറിയപ്പെടാതെ പോകുമായിരുന്നു. ഈ പ്രദേശത്ത് ഇസ്ലാമിക വെളിച്ചം ലഭിക്കുമായിരുന്നില്ല. ആ വെളിച്ചത്തിലേക്ക് പ്രദേശത്ത് കൊണ്ടുവന്ന നിങ്ങളെ തങ്ങൾ അഭിനന്ദിച്ച് മതിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ എല്ലാവരെയും നമ്മളെ അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കാൻ സൗഭാഗ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ വിരമിക്കുന്നു.